ഹലോ, ഞാൻ പാർവതി മോഹൻദാസ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 പാസ് ഔട്ട് ആയത്. ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു എടുത്തിരുന്നത്. പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ജോലി എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ICDനെ പറ്റി കേട്ടത്. എൻ്റെ കസിൻസ് എല്ലാവരും ഇവിടെയാണ് പഠിച്ചത്. എല്ലാവരും ഇപ്പോൾ ബാങ്കിലാണ്. അപ്പോൾ അവർ പറഞ്ഞാണ് ഞാൻ ആദ്യം ക്യാമ്പസിനെ പറ്റി അറിയുന്നത്. അങ്ങനെ കൊല്ലത്ത് വന്നു. ഞാൻ ജൂലൈ 2022 ജോയിൻ ചെയ്തത്. പക്ഷേ വന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല, എങ്ങനെയാണ് എക്സാംസ് എന്നൊന്നും. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ടീച്ചേഴ്സ് എനിക്ക് പറഞ്ഞു തന്നു, പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ, അതിനൊക്കെ പറ്റി പറഞ്ഞു തന്നു. അപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന്. വന്ന 6 മാസം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഡിഗ്രിയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പിന്നെ അത് കഴിഞ്ഞ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ മാത്സ് എവിടെയും പഠിച്ചിട്ടില്ല. അതുപോലെ റീസണിങ്ങും അധികമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് മാത്രമേ ആദ്യമൊക്കെ ഈസി ആയിട്ട് തോന്നിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ഒരു 6 മാസം കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. നല്ലൊരു ക്വാണ്ടിറ്റേറ്റീവിൻ്റെ ഫാക്കൽറ്റി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ ടീച്ചേഴ്സും നല്ല ഫാക്കൽറ്റി ഉണ്ട്. അവരെല്ലാവരും പറഞ്ഞു തന്നു. ആ ബേസിക്സ് പഠിക്കാൻ കുറച്ച് സമയമെടുത്തു, എന്നാലും നന്നായി തന്നെ പഠിച്ചു. അങ്ങനെ എനിക്ക് പതുക്കെ എക്സാംസ്, പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ കൊല്ലം എനിക്ക് IBPS POൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജ് വരെ എത്തി. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ JK സാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ആ ക്ലാസ്സും എങ്ങനെയാണ് ബാങ്കിങ്, അതിൻ്റെ ഫങ്ഷൻസ്, അതെല്ലാം തുടക്കത്തിൽ മുതൽ പറഞ്ഞു തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്രാവശ്യത്തെ RRB PO എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ ഇവിടുത്തെ കോച്ചിങ്ങും അതുപോലെ ഇവിടുത്തെ നല്ല സറൗണ്ടിങ്സും എല്ലാം പഠിക്കുന്നതിനൊക്കെ നന്നായി സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2022 വന്ന് ഇവിടെ തന്നെ നിന്ന് പഠിച്ചതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഒപ്പം നല്ല ഫാക്കൽറ്റിയും, പിന്നെ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫും, അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അവരൊരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത ക്ലാസ്സസ് കൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു. ചിലപ്പോൾ അത് ആ ലിറ്ററേച്ചറിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് സാറിൻ്റെ എല്ലാ ക്ലാസ്സും ഒരിക്കലും ഞാൻ മിസ് ചെയ്തിട്ടില്ല ക്ലാസ്സസ് ഒന്നും. എസ്പെഷ്യലി സാറിൻ്റെ ക്ലാസ്സസ് ഒരുപാട് സഹായിച്ചത് പേപ്പർ വായിക്കുമ്പോഴായിരുന്നു. സാറ് ഓരോ സെൻറ്റൻസും അത് ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് അതിലത്തെ എറർ സ്പോട്ട് ചെയ്യാനൊക്കെ നന്നായി പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെയാണ് പേപ്പർ വായിക്കുമ്പോൾ, എസ്പെഷ്യലി എഡിറ്റോറിയൽസ് വായിക്കുമ്പോൾ എല്ലാ സെൻറ്റൻസും ഞാൻ ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അതിലത്തെ ഓരോ ചെറിയ എറേഴ്സും അതൊക്കെ സ്പോട്ട് ചെയ്യാൻ സാറിൻ്റെ ക്ലാസ്സസ് നന്നായിട്ട് സഹായിച്ചിരുന്നു. എല്ലാ ടീച്ചേഴ്സിൻ്റെയും ക്ലാസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ ഈ ഡ്രീമിലെത്താൻ സഹായിച്ചത് ICD ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും നല്ലതായിരുന്നു. ആദ്യം കറണ്ട് അഫയേഴ്സ് മെയിൻസ് പോകുമ്പോൾ അത് കറണ്ട് അഫയേഴ്സ് കാരണം കറണ്ട് അഫയേഴ്സ് ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നും ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് തന്നെയായിരുന്നു എന്നും പഠിച്ചിരുന്നത്. അപ്പോൾ JK സാർ അതിൽ എങ്ങനെയാണ് പേപ്പർ വായിക്കേണ്ടതെന്നൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു. എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ഒരു ന്യൂസിൽ നിന്ന് എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു തന്നു. എൻ്റെ ഈ ഡ്രീമിലെത്താനായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റിയും, അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സും, അതുപോലെ ക്യാമ്പസിൻ്റെ നല്ല ഒരു ആംബിയൻസും സഹായിച്ചു. ബാങ്കിങ് ഫീൽഡിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, റിക്രൂട്ട്മെൻറ്റ് എളുപ്പമാണ്, പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷെ നമ്മുടെ മനസ്സ് അതിനായിട്ട് തന്നെ വെക്കണം. ഒരിക്കലും ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവരുത്. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് പഠിക്കുന്നതാണ് എന്നും നല്ലത്. വീട്ടിലൊക്കെ നിൽക്കുമ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ എവിടെയെങ്കിലുമൊക്കെ വരും. ഇവിടെ വന്ന് ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം. ആ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ അത് ഉറച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാംസൊക്കെ എളുപ്പം ക്രാക്ക് ചെയ്യാം. മോക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ പ്രിലിംസ് കിട്ടും. അത് കഴിഞ്ഞ് ഇനി നമ്മൾ പിന്നെ മെയിൻസിൻ്റെ പ്രിപ്പറേഷനാണ് നോക്കേണ്ടത്. എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും നല്ലൊരു റൂട്ടീൻ ഉണ്ടാവണം എന്ന് ഉറപ്പ് വരുത്തണം. ഒരു സമയത്ത് എണീക്കുക, അതുപോലെ തന്നെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക. എന്നും അത് ഫോളോ ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീംസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും.